നിങ്ങൾക്കൊക്കെ അത് പറയാം. എന്റെ വിഷമം എനിക്കേ അറിയുള്ളൂ. എന്റെ മോൻ പെണ്ണ് കെട്ടി ഓന്റെ കുട്ടികളെ കളിപ്പിക്കാനുള്ള പൂതിയൊക്കെ എനിക്കും ഉണ്ടാവൂലേ? അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തെ? മനസ്സിലാഞ്ഞിട്ടാണോ? അന്റെ മോൻ വലിയ സുജായിയല്ലേ. ലോകത്തൊരു പെണ്ണിന് ഓന് പറ്റൂല. എത്രത്തോരം പെൺകുട്ടികൾ ഓൻ പോയി കണ്ടിക്കണ്. ഒന്നിനും ഓന് ബോധിക്കൂല. ഇപ്പൊ എനിക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശുക്കൂറിന് പെണ്ണ് കിട്ടിയോ എന്നുള്ള ആൾക്കാരുടെ കുത്തിയുള്ള ചോദ്യം കേൾക്കുമ്പോഴേ മനുഷ്യന്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോവാണ്. എന്തായാലും വേണ്ടില്ല പിയ്യാപ്പളെ, ഇപ്രാവശ്യം ശുക്കൂർ ലീവിന് വന്നാല് ഓനെ കൊണ്ട് എങ്ങനെയും ഒരു പെണ്ണ് കെട്ടിച്ചാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ കഴിയൂല. ശ്രമിക്കാനായിട്ടാണോ ശുക്കൂർ പെണ്ണ് കെട്ടിയ കാക്ക മലന്ന് പറക്കുന്ന ഈ പെരുമണ്ണ പഞ്ചായത്തിലെ നാട്ടുകാർ മുഴുവൻ പറയണത്? അങ്ങനെ പറയല്ലേ പിയ്യാപ്പളെ. ഇപ്രാവശ്യം ഓനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കഴിപ്പിക്കും. 10-28 വയസ്സായില്ലേ ഓനെ. അത് ശുക്കൂർ കൂടി മനസ്സിലാക്കണ്ടേ? എല്ലാ വർഷവും ലീവിന് വരുമ്പോ ഞമ്മള് മുറക്കി പെണ്ണ് നോക്കണില്ലേ? ചുരുങ്ങിയതൊരു 10-25 പെൺകുട്ടികളെങ്കിലും ഓൻ പോയി കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്നിനും ശുക്കൂറിന് പറ്റുന്നുണ്ടാവും. നിറം പോരാ, മുടി പോരാ, കണ്ണ് പോരാ, ചെവി പോരാ, മൂക്ക് പരന്നിട്ടാ എന്തൊക്കെയാ. ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും പെണ്ണുങ്ങളല്ലാന്നാ മൂപ്പര് പറയണത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തോടെ ശുക്കൂറിന് പെണ്ണ് നോക്കണ ഏർപ്പാട് ഞാൻ നിർത്തി. അങ്ങനെ പറയല്ലേ പുയ്യാപ്പിളെ. ഇപ്രാവശ്യം ഓനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. ഏതായാലും വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇനി പെണ്ണിന് ഓൻ കാണണ്ട. ഷായിരി നിങ്ങളും പോയി കണ്ടുകാട്ട് ഒന്നിനങ്ങോട്ട് ഉറപ്പിച്ചാലേ ആ പെൺകുട്ടിനെ ശുക്കൂർ നിക്കാഹ് കഴിക്കും, അല്ലെങ്കിൽ കഴിപ്പിക്കണം. ആ ബ്രോക്കർമാരിലൊക്കെ ഞാൻ ഒന്നുകൂടി പറയാൻ പോവാ ഇൻഷാ അല്ലാഹ്. പിയാപ്പിളെ, ആ ഫോൺ എടുത്ത് കത്തല്ലൊക്കെ ഒന്ന് കുത്തിയാ പൊന്നുട്ടിനോടും പിയാപ്പളിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ. നാട്ടീന്നാ വാപ്പയാന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം പാപ്പ. ശുക്കൂർ വിമാനത്തിൽ കയറിയോ? ഓ, എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് പാപ്പ. ഫ്ലൈറ്റ് ഇത്തിരി ഡിലേ ആണ്. ഓൻ അവിടെ തിരി വിളിക്കും, എന്നിട്ട് പാപ്പ പോയാൽ മതി. ആയിക്കോട്ടെ. പിന്നെ ഓനോട് എല്ലാം പറഞ്ഞിട്ടില്ലേ? ഇപ്രാവശ്യം ഓനെ വെറും കൈയോടെ മടക്കി പറഞ്ഞാക്കൂല എന്നുള്ള ഭാഷയിലാണ് നമ്മള്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കും. എനക്കറിയോ, മനുഷ്യനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണില്ലാന്ന്. ഓ, ഒക്കെ പറഞ്ഞിട്ട് പാപ്പ. ശരി മോനെ, അസ്സലാമു അലൈക്കും. ശരി, വഅലൈക്കും സലാം. എൻ്റെ വാപ്പേ പൊറാട്ടാലിക്കാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലാന്ന്. നിന്റെ ആങ്ങളയ്ക്ക് പെണ്ണ് കിട്ടാത്ത നാട്ടിൽ മൊത്തം പാട്ടല്ലേ? കളിയാക്കൊന്നും വേണ്ട. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടൊന്നും ഞങ്ങളാനോ കെട്ടിക്കൂല. ഞങ്ങളെ തറവാട്ടുകാരാ. തറവാട്ടുകാര് തന്നെ. അല്ല, എത്ര നോക്കി അവന് വേണ്ടിട്ട്? ഇത്തവണക്കാക്ക് സമ്മതിച്ചിട്ടുണ്ട്, എന്തായാലും കെട്ടിയിട്ടേ വരുള്ളൂ എന്ന്. അതിന് കിട്ടിയിട്ട് വേണ്ടേ? അല്ല, ഇപ്രാവശ്യം മഹർ വാങ്ങിയിട്ടില്ലേ? ജ്വല്ലറി മൊത്തം മാറ്റി മാറ്റി നോക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ എത്രാമത്തെ മഹറാ? ഓൻ ഇവിടുത്തെ മിസ്രി പെണ്ണുങ്ങളെ കണ്ടു കണ്ട് നാട്ടിലെ പെണ്ണുങ്ങളൊന്നും പിടിക്കാതെയായി. പോരാത്തതിന് സിനിമ ഭ്രാന്തും. സിനിമാ നടികളെ മോഹിച്ച വല്ലോ നടക്കുവോ? ഇവിടുത്തെ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുത്തപ്പോ ഓർക്കൊക്കെ വലിയ കിബിറാന്നാ ഓൻ പറയണ്. ഏതായാലും ഇത്തവണ യാതൊരു രക്ഷയില്ല. പിടിച്ചു കിട്ടി തല വെക്കുന്ന ബാപ്പ പറയുന്നത്. എന്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒന്നിനെ കിട്ടിയാ മതിയായിരുന്നു. പെണ്ണിട്ട് അന്ന് കാക്ക മലന്ന് പറക്കും. അതും പെരണ്ണങ്ങാടി കൂടെ മലന്ന് പറക്കും. പറക്കൂല അമ്മദ്ക്ക, പറക്കൂല. ഓന് പറ്റ പെണ്ണ് ഈ ദുനിയാവിൽ കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും ഓന്റെ വാപ്പ പൊറാട്ടാലിക്ക അടുപ്പത്ത് വെച്ച വെള്ളം ഇറക്കി വെക്കണല്ലേ. ബ്രോക്കർമാരൊക്കെ പൊറാട്ടാലിക്കാരെ നയല് കാണുമ്പോ നിലം തൊടാതെ ഓടുക. എങ്ങനെ ഓടാണ്ടിരിക്കും? അത്രമാത്രം ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് ഓരോ ബ്രോക്കർമാര്. അയാളെ പൊറാട്ടാലിക്കാന്നല്ല വിളിക്കേണ്ടത്. അല്ലോ, ആലിക്ക വരുന്നുണ്ട്. പൊറോട്ടാലിക്കാന്ന് മൂപ്പരൊക്കെ പറയണ്ട. മൂപ്പര് ചൂടാകുന്ന അറിയാലോ നിങ്ങക്ക്. അസ്സലാമു അലൈക്കും. അല്ല മഹമ്മദേ, നമ്മളെ ബ്രോക്കർ കുഞ്ഞാലിനെ കണ്ടിനോ? ഒന്നലയിലെ പോയിന്.
നിങ്ങളാ മൊബൈലിലൊന്ന് വിളിച്ചു നോക്കുന്നു. ആ കുന്ത്രാണ്ട് ഞമ്മക്ക് ശരിയാവൂലോടോ. എന്നാ ശരി, ഞാൻ ഓനൊന്ന് നോക്കട്ടെ. ആ ആയിക്കോട്ടെ. അല്ല മോൻ വരുന്നുണ്ടോ? ആ ആ 100 ആയിസ ഇപ്പൊ പറഞ്ഞു നാവ് എടുത്തിട്ടുള്ളൂ. അല്ല ഒന്നും വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. പൊറോട്ടാലിക്ക മോൻ വരുന്നുണ്ടോ? ശുക്കൂറിന് പെണ്ണോക്കുണ്ടോ പൊറാട്ടേലിക്ക? എന്താടാ എന്റെ അടുത്തുണ്ടോ? എന്റെ വല്യമാൻ ആലോചിക്കാൻ എന്തേ? നിങ്ങൾ BP കൂട്ടല് പൊറാട്ടാലിക്ക. ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് പൊറാട്ടാലിക്ക? എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കണ്, ആലി എന്നുള്ള എന്റെ പേരിന്റെ കൂടെ പൊറാട്ട എന്ന് ബാലിട്ട് വിളിക്കരുത്. വിളിക്കും, തറപ്പിച്ചെന്ന് വിളിക്കും പൊറാട്ടാലിക്കാന്ന്. നിങ്ങളെ മോൻ ശുക്കൂർ പെണ്ണിട്ടെ അന്ന് മുതലേ പൊറാട്ടാലിക്കാന്നുള്ള കളിയാക്കിയല്ലേ വിളി. ഈ പെരുമണ്ണ ദേശക്കാർ നിർത്തൂ. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ നുമ്പിരായി ഉണ്ടാക്കാന് എന്റെ മോനെന്താ ഭീകരജീവിയാണോ? അല്ലേ അല്ല, സുന്ദരൻ, സുമുഖൻ, സുശീലൻ. കണ്ടാൽ ഏത് പെണ്ണും ആ സൗന്ദര്യത്തിന് മുന്നിൽ ഒന്ന് വീണു പോകും. പക്ഷെ എന്താ കാര്യം എന്നറിയോ? ഈ നാട്ടിൽ ഒരു പെൺകുട്ടി ഓന് ബോധിക്കൂല. ഈ നാട്ടിലെ പെൺകുട്ടികളൊന്നും ഓന് പറ്റൂല എന്ന് അവൻ പറയണ. അതുകൊണ്ടല്ലേ ഓന് പെണ്ണ് കിട്ടാത്തേ. കിട്ടും, ഓൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കിട്ടും. നിങ്ങളെ കൊണ്ടൊക്കെ പൊറാട്ട എന്നുള്ള വിളി ഞാൻ നിർത്തിക്കും. നമുക്ക് കാണാം. കണ്ടാലറിയാത്തോ കൊണ്ടാലറിയാം. ഹലോ, മാരേജ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കുഞ്ഞാലി മരക്കാർ സ്പീക്കിംഗ്. മരക്കാർ ഒരു വെയിറ്റ് ഇട്ടതാ, മക്കാരാക്കണ്ട. ആ ആ ആ നല്ല അലുവ കണ്ട പോലത്തെ ഒരു സാധനം, 20 സെന്റ്. അല്ല 20 വയസ്സ്. ആ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് ഞമ്മ കളപ്പിക്കാം. അല്ല ഞമ്മക്ക് പോയി നേരിട്ട് കാണാം. പറമ്പിലും പെണ്ണിനും നമ്മളെ കഴിച്ച എല്ലാവരും കച്ചവടല്ലേ? എന്നാ ശരി, നിങ്ങൾക്ക് എന്നാ സമയത്താ പറഞ്ഞോളി, ഞമ്മക്ക് വേളക്കാം. അല്ല കാണാം. ആ ശരി. ആ ഓ എന്റെ ഒരു കാര്യം കുഞ്ഞാലി, എടാ അന്റെ ബാപ്പാനെ വിറ്റ പൈസ എന്റെ കൈമലുണ്ട്. എന്താ ഈ ദുനിയാവിന്റെ ഏത് മൂല വരെ ഓടിയാലും അന്നെ നമ്മള് വിടൂല. നടക്കൂല അലിക്ക, നടക്കൂല. എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളെ മോൻ സുക്കൂറിന് പെണ്ണു നോക്കാൻ എന്നെ കൊണ്ടാവൂല. 4-5 കൊല്ലായി ഞാൻ ഓന് വേണ്ടി പെണ്ണന്വേഷിക്കുന്നു. ഓരോ കൊല്ലവും ലീവിന് വന്ന് തിരിച്ചു പോന്നവരെ എല്ലാ ദിവസവും ഓനെ കൂട്ടി എത്ര പെൺകുട്ടികളെ കണ്ട് ഒന്നിനും ഓന് പറ്റൂല. ഒക്കെ എനിക്കറിയാം. എന്നാലും എന്തെന്നാലും പെൺകുട്ടിയൊക്കില്ലാത്ത കുറ്റമില്ല. നിറം പോരാ, മുടിയില്ല, മൂക്ക് വളഞ്ഞിട്ടാ, ചുണ്ടു ചരിഞ്ഞിട്ടാ, മുടിക്ക് നീളമില്ല, അതില്ല ഇതില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വലിയ വലിയ തറവാട്ടിന്ന് പോലും മൊഞ്ചത്തിമാരായ പെൺകുട്ടികളെ ഓന് പറ്റണില്ല. ഓളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കണം. നിങ്ങളെ മോ സുക്കൂർ ഇപ്പോഴും ജന്നത്തിൽ ഫിർദൗസ് ഓന് പറ്റിയ ഹൂരി ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക. നിന്നോട്ടെ എന്റെ പൊന്നാലിക്ക, ഞമ്മളെ വിട്ടേക്ക്. എന്റെ ബ്രോക്കർ ജീവിതത്തിൽ സുക്കൂറിന് പെണ്ണന്വേഷിച്ച് തല്ല് കിട്ടാതെ കഴിച്ചിലായത് എന്റെ കുട്ടികളെ നസീബുണ്ടാ. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നാട്ടിൽ ഒരുപാട് ബ്രോക്കർമാരുണ്ട്, ഒരിടത്തിയില്ലേ. അതാണല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പൊന്നു കുഞ്ഞാലിയെ, എന്നെ കാണുമ്പോ എല്ലാ ബ്രോക്കർമാരും മണ്ടാണ് എന്നെ പോലെ. അവസാനായിട്ട് ഒന്നുകൂടി ശ്രമിച്ചൂടെ? ഓൻ ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ടിന്. ഈ വിയാച്ച നടക്കും ഉറപ്പാ. ഇത് എത്ര പ്രാവശ്യം കേട്ടതാ? എല്ലാ പ്രാവശ്യം ഇതന്നെയല്ലേ പറയല്? എടോ, അതിന് ദുബായിൽ ഒന്നും കാണുന്ന പെൺകുട്ടികളെ മാതിരി ഇവിടെ കാണില്ല എന്നല്ലേ പറയണത്. എന്നാ പിന്നെ ദുബായിന്ന് കെട്ടിക്കോളാൻ പറയും. അല്ല ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ അല്ല. നിങ്ങളെ ആൾക്കാർ പൊറാട്ട അലിക്ക പൊറാട്ട. എന്താ ഈ പറഞ്ഞേ? ബാപ്പാരായ കുറച്ച് നാണോ മാനോ വേണോന്ന്. ആ ശരി. കുഞ്ഞാലി കുഞ്ഞാലി, ഈ പണി നടന്നാല് അന്റെ പോരാ പണി ഞാൻ സുക്കൂർ കരിപ്പൂർ വിമാനം ഇറങ്ങുമ്പോ ഞാൻ നിങ്ങളെ പെരയിലുണ്ടാവും. പിന്നെ സുക്കൂറിന്റെ ലൂയക്കാരായ 2 വിദേശികളെ ആ ബൈക്കൊന്നും കണ്ടുപോരുത്. ഐറ്റിങ്ങൾ രണ്ടും കൂടിയാണ് സുക്കൂറിനെ പടക്കാക്കുന്നത്. സുക്കൂർ വിമാനം ഇറങ്ങാൻ കാത്തിക്കുക. ചക്കപ്പായത്തിലെ ഈച്ച പൊതിയുമ്പല പൊതിയാൻ. അതെ, ഇതിന്റെ അവസാനത്തെ പെണ്ണുനോക്കല. അതുകൊണ്ട്
ആ 2 ബിലീസിങ്ങളെ ഓന്റെ ഒപ്പം കാണരുത്. കാണൂല. ഐറ്റിങ്ങളെ എന്റെ പോരന്റെ പടി ഞാൻ കയറ്റൂല. പോരെ? ആ എന്നാ പിന്നെ നടന്നു കൂട്ടിക്കോളി. ദേ ആ പോരാ. ഏ പോരാന്ന്. ഞാനും പോരാന്ന്. ആ എന്നാ കയറിക്കോളി. സമയം എത്രയായി? ഓനെ കാണുന്നില്ലല്ലോ. 11 മണിക്ക് വിമാനം ഇറങ്ങുന്നല്ലേ പറഞ്ഞത്. പിന്നെ പെട്ടിയും കിട്ടിയെല്ലാം കിട്ടി വരുമ്പോഴേക്ക് നേരെ ഒരുപാടാവും. എന്താ എന്റെ കുട്ടിക്ക് പറ്റുമോ റബ്ബേ? ഒന്ന് ബേജാറാവാതിരിക്കുമ്മ. ഷുക്കൂർ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഗൾഫിൽ നിന്ന് വരുന്നത്. കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞു കിട്ടാൻ ഒരുപാട് നേരെടുക്കും. എന്റെ പിയാപ്പളിനോടൊന്ന് എയർപോർട്ടിൽ പോകാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് എന്നില്ലാത്തൊരു തിരക്ക്. അതിന് എയർപോർട്ടിൽ ആരും വരണ്ട, വണ്ടി അയച്ചാ മതിയെന്ന് ഷുക്കൂർ എന്നല്ലേ പറഞ്ഞത്. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എത്തിയോ? ഇല്ല, ഇപ്പൊ വരൂ. അന്നേരം ഇറങ്ങിക്കണത് കുപ്പായം മാറ്റി സുക്കൂറിന്റെ കാര്യത്തിന്. നല്ല തറവാട്, ഇത്തിരി ദൂരാ, പരപ്പനങ്ങാടി. 3 പെൺകുട്ടികളാ. മൂത്തേനെ കെട്ടിച്ച് തിരൂർക്ക. ഇത് രണ്ടാമത്തെ, ഡിഗ്രിക്ക് പഠിക്ക. തോണ്ടിയിട്ട് കിട്ടണില്ല. അല്ലേ അങ്ങനെ തോണ്ടിയാ കിട്ടുന്ന കുട്ടിയല്ലത്. ഇതിൽ കാണുന്നതിനേക്കാൾ ചുരുക്ക് നേരിട്ട് കാണുന്നില്ല. നമ്മളെ സായുധ മോള് അത്ര ഉയരം, കളർ ഇത്തിരി കൂടുതലാ, തടി കുറച്ച് കുറവാണ്. അത് കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും. പൊന്നും പണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിനിയോ? വെറുതെ പറഞ്ഞു മാനം കെടാൻ നിക്കണ്ട. ഒരു തിരുന്നെത്രന്ന് പറയാൻ പറ്റൂല. എടുത്തു വെക്കാൻ ഇവിടെ സ്ഥലമുണ്ടോ? ചേന്താത്ത ചായ എടുത്തോളി, വിശന്നിട്ട് വയ്യ. നേരി പത്രി ഇറച്ചി ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോന്നോട്ടെ. മോനെ ദിനേശ്, നിന്റെ ബാപ്പ പൊറോട്ട നീ വരുന്ന വിവരം മറച്ചു വെച്ചാലും ഞങ്ങൾ മണത്തറിയും. വേണ്ട, അങ്ങാടിയിലെ പിള്ളേരോട് കളി വേണ്ട. ഫുഡ് കഴിച്ച് തയമിച്ച കയ്യാത്. യു നോ വി ആർ നോട്ട് എ ബഗേഴ്സ്. മോനെ ഇറങ്ങി വാ, അണ്ണന്മാരെന്ന് കാണട്ടെ. നീയല്ല ഷുക്കൂർ. ഷുക്കൂർ ഇതിലില്ലല്ലോ. അപ്പൊ ഷുക്കൂർ വന്നില്ലേ? വന്നു. വരുന്ന വഴിക്ക് കൊണ്ടോട്ടിയിൽ ഇറങ്ങി പെട്ടിയും സാധനങ്ങളായിട്ട് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ പോണു. നിക്ക് ഞങ്ങളെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ ഈ വണ്ടി ചാടി കയറണ്ടാണ്. പക്ഷേ ഞങ്ങളുണ്ട്. എത്തി, പുയ്യാപ്പിളെത്തി. സുക്കൂർ പുയ്യാപ്പിളെത്തി. ആലിക പുയ്യാപ്പിളെത്തി. പൊറാട്ടാലും കുഞ്ഞാലി നിക്കുന്ന കണ്ട. ഷുക്കൂർ എവിടെ? ഞങ്ങളാരും കണ്ടില്ല. കണ്ടില്ലേ? ആലിക്ക വരുന്ന വഴിക്ക് കൊണ്ടോട്ടി കാറ് നിർത്താൻ പറഞ്ഞു. ഞാൻ വന്നോളാം, പെട്ടിയും സാധനങ്ങളുമായിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങി പോവേ? എങ്ങോട്ട്? അതെനിക്കറിയില്ല. എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചില്ല? അത് ഞാൻ ചോദിച്ചില്ല. ഛേ, എന്ത് പണിയാണ് ഈ ശുക്കൂർ കാണിച്ചത്? മനുഷ്യന്മാരെ കൊരങ്ങ് കളിപ്പിക്കാ. പാർട്ടി എവിടെ കാത്തിക്കാണ്, എവിടെ പോയി നോക്കാനാണ്? ചിലപ്പം ബ്യൂട്ടി പാർലർ കയറിയിട്ടുണ്ടാവും. പെണ്ണ് കാണാൻ പോകാനല്ലേ. അതിന് ഇവിടെ വന്ന എല്ലാരും കണ്ടതിന് ശേഷം പോയാ പോലെ. അല്ല, നിങ്ങൾ രണ്ടാളും ഇതിനകത്ത് എങ്ങനെ കയറി പറ്റി? കേറി പറ്റിയതല്ല, കേറിയതാ. നേരെ വർത്താനം പറ. ഞങ്ങൾ അങ്ങ് ഊർക്കാടോ എന്ന് കേറിയതാ. അതെ, അതിപ്പോ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞ് കളിക്കണ്ട. ഞമ്മക്കൊന്ന് പോയി നോക്കുക. കുണ്ടോട്ടിയിൽ എവിടെ ഇറങ്ങിയത്? വണ്ടിയിൽ നിന്ന് പത്രവും വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. സിനിമാ തിയേറ്ററിന്റെ അടുത്ത് എത്തിയപ്പം വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പിടികിട്ടി. അവിടെ നമ്മളെ മൊയ്തീന്റെ സിനിമ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരാണ്ടാണോ സിനിമ പോയത്? സൈനവാ, ഇന്ന് കുപ്പായം കൊടുത്താ